ഒരു മാധ്യമം വാർത്ത കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു മുറിയിൽ ഞാനും ശ്രീ വി കെ ശ്രീകണ്ഠനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാർത്തകളുടെ സത്യസന്ധതയില്ലായ്മയ്ക്ക് അതിനപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ? ഒരു റെസ്റ്റോറൻറ്റിൽ കുറേ ആളുകൾ അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഒരു റെസ്റ്റോറൻ്റാണ്, ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ഇരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര വാസ്തവമില്ലാത്ത, എന്തിനാണ് നമ്മൾ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്? എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഞാനങ്ങനെ മാധ്യമധർമ്മമൊന്നും പഠിപ്പിക്കാനായിട്ടില്ല, അത് അവരവർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടാണോ രണ്ടുപേർ തമ്മിൽ രഹസ്യമായിട്ട് സംസാരിക്കുന്നത്? ഇപ്പോൾ ശ്രീ വി കെ ശ്രീകണ്ഠനും ഞാനും തമ്മിൽ രഹസ്യമായി സംസാരിക്കാൻ തീരുമാനിച്ചാൽ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണോ ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ റെസ്റ്റോറൻ്റ് ആണെന്നും വേറെ ആളുകളുണ്ടെന്നുമൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ ആ മുറിയിൽ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് ഏതുതരം വാർത്താ രീതിയാണ് എന്ന് അവരവർ തന്നെ പരിശോധിക്കുക. പിന്നെ ബോർഡ് മറച്ച വാഹനത്തിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെ ബോർഡ് വയ്ക്കാറില്ല. ഒഫീഷ്യൽ പരിപാടികൾക്ക് പോകുമ്പോൾ മാത്രമാണ് എൻ്റെ നാട്ടിൽ, അത് MLA ആയ കാലം തൊട്ട് എൻ്റെ നാട്ടിലൂടെ അങ്ങനെ ഞാൻ അധികം യാത്ര ചെയ്യാറില്ല. അത് ഏറ്റവും ചുരുങ്ങിയത് പത്തനംതിട്ടയിലെ മാധ്യമ സുഹൃത്തുക്കൾക്കെങ്കിലും അറിയാമല്ലോ, ഞാൻ ഒഫീഷ്യൽ പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ മാത്രമാണ് ബോർഡ് വെച്ച വാഹനത്തിൽ യാത്ര ചെയ്യാറുള്ളത്. അല്ലാതെ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ യാത്ര ചെയ്യാറില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ശൈലിയാണ്. അതിലൊക്കെ നിങ്ങളിങ്ങനെ ദുരൂഹതയും വാർത്താ സാധ്യതയും ഒക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. അതെ, അതങ്ങനെയാണ്. അത് ഒരു കളിയാണ്. ഈ കളിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവർ കാണുന്നത്, രാഹുൽ ഇല്ലെങ്കിൽ, കുറച്ച് ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടം വിഷയമില്ലെങ്കിൽ, രാഹുലിനെ കൊത്തിക്കീറാനൊന്നും കിട്ടിയില്ലെങ്കിൽ വ്യൂവർഷിപ്പ് ഇല്ല, TRP റേറ്റിങ്ങിനെ ബാധിക്കും, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിനെ പോലും പൂട്ട് വീണത്. സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയയിലെ ഒഫീഷ്യൽ അക്കൗണ്ടിന് പൂട്ട് വീണത് എന്താ കാര്യം? വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഫോൺ ഫാമിങ്, അതുപോലെ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള വ്യൂവർഷിപ്പിൻ്റെ ഏർപ്പാടുകൾ, ഇങ്ങനെ ഒരുപാടധികം തട്ടിപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ കുറേ കാലമായിട്ട് നടക്കുന്നതാ. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ പലയിടത്തും ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇത്ര വ്യൂസ് കാണുന്നുണ്ടല്ലോ എന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ പലതും ഫോൺ ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ബോട്ടുകളുടെ സഹായത്തോടു കൂടി വ്യൂവർഷിപ്പിനെ പെരുപ്പിച്ച് കാണിക്കുന്ന ഏർപ്പാടുകളാണ് എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവരങ്ങനെ പലതും വാർത്ത കൊടുക്കും അല്ലേ? ഇത് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും VK ശ്രീകണ്ഠനും ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടാണെങ്കിലും പ്ലാൻ ചെയ്തിട്ടല്ലെങ്കിലും അവിചാരിതമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർ കൂടിക്കാഴ്ച നടത്തിയാൽ ഇവിടെ എന്താണ് പ്രശ്നം? ഇനി അവർ അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തി പോലൂ, അല്ല അവർ ഓപ്പൺ പ്ലേസിൽ കൂടിക്കാഴ്ച നടത്തി പോലൂ, എന്താണെങ്കിലും കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾക്ക് ഇതിൽ എന്താണ് ഇത്ര പ്രശ്നം? അവരുടെ ആരുടെയും വീട്ടിൽ കയറി അല്ലല്ലോ കൂടിക്കാഴ്ച നടത്തിയത്, അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും ന്യൂസ് റൂമിനകത്തിരുന്നു കൊണ്ടല്ലോ കൂടിക്കാഴ്ച നടത്തിയത്. പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രശ്നമുള്ളത്? അപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടായിട്ട് ഒന്നുമല്ല. പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറം ഇതൊരു ഭയമാണ്. രാഹുൽ തിരിച്ചെത്തുമോ എന്നുള്ള ഭയം മാത്രമല്ല, രാഹുൽ തിരിച്ചെത്തുമോ എന്നുള്ള ഭയം തിരിച്ചെത്തും എന്നുള്ള ഭയമാണ്. മനസ്സിലായില്ലേ? തിരിച്ചെത്തുമെന്ന് പറഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ പാലക്കാട് നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ എന്ന് പറഞ്ഞാൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകുമെന്നുള്ളതാണ്. ആ ഭയം തന്നെയാണ് ഇത്തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഏർപ്പാടുകളിലേക്ക് ഇവരെ നയിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ അടച്ചിട്ട മുറിയിൽ MLA ബോർഡ് മാറ്റിയ വാഹനത്തിൽ എന്നൊക്കെ പറഞ്ഞ് പല അർത്ഥത്തിൽ പല രീതിയിൽ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ? ഇന്നലെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ VK ശ്രീകണ്ഠനുമായിട്ട് ഒരു മാപ്ര സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആ മാപ്രയുടെ ഒരു ടോണും ആ മാപ്രയുടെ ഒരു സംസാര രീതിയൊക്കെ കണ്ടാൽ VK ശ്രീകണ്ഠൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണെന്ന് തോന്നും അല്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരും കാണരുത്, അയാളുമായിട്ട് ആരും സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെയാണല്ലോ
രാഹുലിനോട് ഇന്നലെ ചോദിക്കുന്നുണ്ടായി, ഇപ്പം രമേശ് ചെന്നിത്തല മുഖം തിരിച്ചു പോയി എന്നുള്ള ചോദ്യം രാഹുലിനോട് ചോദിച്ചു. ആ ചോദ്യം രാഹുലിനോട് ചോദിച്ചപ്പോൾ രാഹുൽ ഇതിന് മറുപടി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ രമേശ് ചെന്നിത്തല മന്നത്ത് വെച്ചിട്ട് എന്നോട് സംസാരിക്കുന്നതിൻ്റെയും കുശലം പറയുന്നതിൻ്റെയും വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ അതെന്താ പുറത്ത് വിടാത്തത് എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് വേറെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന മാപ്രയാണ് കാണുന്നത്. അപ്പോൾ ആ വീഡിയോ ഇല്ലെന്ന് നിഷേധിച്ചിട്ടില്ല അവിടെ ഒരു കാര്യം. അതിന് ആ ചോദ്യത്തിന് ഒരു വട്ടം മറുപടി ആര് കൊടുത്തതാണ്? രാഹുൽ മാങ്കൂട്ടം കൊടുത്തതാ. അപ്പോൾ വീണ്ടും അതേ ചോദ്യം VK ശ്രീകണ്ഠനോടും ചോദിക്കുക. അപ്പോൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ ഈ മാപ്രകൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ശ്രീകണ്ഠൻ്റെ വായിൽ നിന്നാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിൽ നിന്നാണെങ്കിലും അവർക്ക് കഥകൾ മെനയുവാനുള്ള ഒരു മറുപടിയും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, മറുപടി ലഭിച്ചതൊക്കെ വളരെ ഒരു 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 തർക്കുത്തരം പറയുന്ന രീതിയിലുള്ള തർക്കുത്തരം പോലെയുള്ള മറുപടിയാണ് ഈ ശ്രീകണ്ഠൻ്റെ വായിൽ നിന്നാണെങ്കിലും രാഹുലിൻ്റെ വായിൽ നിന്നും പുറത്തു വന്നത്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ഈ പറയുന്ന അതേ 24 ന്യൂസിലെ അതേ ഈ മാപ്ര എന്താണ് ചെയ്തത്? രാഹുൽ ആദ്യം കടന്നുപോയി രാഹുലിനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ പിന്നാലെ വന്ന ഈ പറയുന്ന VK ശ്രീകണ്ഠനോട് ചോദിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വാചകം, എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ലഭിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ രണ്ടുപേരുടെ വായിൽ നിന്നും ലഭിച്ചില്ലെന്ന് മാത്രമല്ല, വയറ് നിറച്ചും കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് മീഡിയ വണ്ണിലെ മാപ്രയും ഇതുപോലെ വിളിച്ചു. ആരെ? VK ശ്രീകണ്ഠനെ വിളിച്ചപ്പോൾ VK ശ്രീകണ്ഠൻ മീഡിയ വണ്ണിലെ മാപ്രക്കും വയറ് നിറയെ നൽകി എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം രാഹുലിൻ്റെ ഈ ഒരു പ്രതികരണം, ഒരു വാർത്തയിൽ ഞങ്ങൾ രണ്ടുപേരും തനിച്ചിരുന്നു, അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്ത കണ്ടു എന്ന് പറഞ്ഞിട്ട് രാഹുൽ നടത്തിയ ആ പ്രതികരണം, അത് കണ്ടപ്പോൾ ചിലതൊക്കെ പറയണമെന്ന് തോന്നി. കാരണം ഇതൊരു എന്താ പറയേണ്ടത്, അന്നത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, അന്നത്തിൻ്റെ പ്രശ്നമാണ്. ഈ പറയുന്ന വ്യൂവർഷിപ്പ് കണ്ടൻറ്റ് രാഹുൽ പറയുന്നത് വളരെ കൃത്യമാണ്. അത് വാർത്താ ദാരിദ്ര്യം തന്നെയാണ്, വിഷയമില്ലായ്മ തന്നെയാണ്. വിഷയമില്ലായ്മ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഏതൊരു കണ്ടൻറ്റിനും ലഭിക്കുന്ന സ്വീകാര്യതയെക്കാളും ഏറെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാം രാഹുലുമായി ബന്ധപ്പെട്ട് ഒരു 10, 15, 20 ഒക്കെ വീഡിയോകൾ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു ആത്മവിശ്വാസമായി കണക്കാക്കുക. മനസ്സിലായില്ലേ? ഇത് എല്ലാവരും ഇപ്പോൾ അതിനിപ്പോൾ സോഷ്യൽ മീഡിയകളിലാണെങ്കിലും ശരി, ഈ പറയുന്ന ന്യൂസ് ചാനലുകളിലാണെങ്കിലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 വരുമാന മാർഗ്ഗങ്ങളാണ്. ഒന്ന് സാറ്റലൈറ്റ് വഴി സംപ്രേഷണം ചെയ്യുന്ന ചാനലിൽ ഓടുന്ന പരസ്യം, അതേപോലെ തന്നെ അവർക്ക് പിന്നെയുള്ളൊരു വരുമാനം എന്ന് പറയുന്നത് അതേ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ എത്തിക്കുക വഴി അതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ പ്രശ്നം? രാഹുലുണ്ടോ? പൈസ വരും. മനസ്സിലായില്ലേ? അപ്പോൾ മാക്സിമം അതിനിടയിൽ അവിടെ ധാർമ്മികത എന്നൊന്നും പറയുന്നൊന്നുമില്ല. അങ്ങനെയൊന്നും രാഹുൽ പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ മാക്സിമം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുവാനുള്ള തീരുമാനമാണ്. ഇതിപ്പോൾ ഇത്രയധികം ചർച്ചയാക്കാനുണ്ടായ കാരണം ഇനി ശ്രീകണ്ഠൻ്റെ ഇടപെടലിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചു വരവ് സാധ്യമാകുമെന്നുള്ള ഭയത്തിൽ നിന്നാണ്. അപ്പോൾ അതിനെന്ത് വേണം? അതിന് മുമ്പേ അതിലൊരു കോലിട്ട് തിരിച്ച് അതിനൊന്ന് അങ്ങോട്ട് ചർച്ചയാക്കി, ഒന്ന് ഇങ്ങോട്ട് ചർച്ചയാക്കി, ഇനി അതിനെ മറ്റാരോടെങ്കിലും പോയി ചോദിച്ച് അങ്ങനെ ഒരു 4 ചർച്ചകളുണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ ആ സാധ്യതകളെ അടക്കണമെന്നുള്ളതാണ് ഇത്തരം ചർച്ചകൾ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അതൊരു ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം പ്രധാനപ്പെട്ട ആരുമായിട്ടെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ അത് ഉള്ളിലുള്ള ഒരു വേവലാതിയൊക്കെയാണ്, ഒരു ഭയം. കാരണം അയാളുടെ തിരിച്ചുവരവ് സാധ്യമായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പല പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരുമെന്നുള്ളത് ഇവർക്ക് നല്ല ബോധ്യമാണ്. അത് ഈ മാപ്രകൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് രാഹുൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ഇവർ തന്നെ എത്രയോ വട്ടം സമ്മതിച്ചിട്ടുള്ളതാ. അയാളുടെ നാക്കിൻ്റെ മൂർച്ച, അയാളുടെ വാക്ചാതുര്യം,
അതിനെ ഭയപ്പെടാതെ മാപ്രയും ഇല്ല, CPM ഇല്ല, അന്തംഗാമി അടിമയും ഇല്ല. ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായ കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടമാണ് ചർച്ചയ്ക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധിയെങ്കിൽ ചർച്ചയ്ക്ക് വരാതിരുന്ന പല CPM പ്രതിനിധികളും ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞ കാര്യമാണ്. അത് അയാളുടെ വാക്കിൻ്റെ മൂർച്ചയാണ്. അത് ഇത് പറയുമ്പോൾ തന്നെ ഈ വാക്കിൻ്റെ മൂർച്ച വല്ലാതെ കൊണ്ട മാധ്യമപ്രവർത്തകരുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അയാളുടെ ഒരു തിരിച്ചുവരവ് അത് വലിയ അർത്ഥത്തിൽ ഭയമാണ്, അതിനെ പേടിക്കുന്നവരാണ്. കാരണം എന്താ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിന് എല്ലാം കൊണ്ടും അയാൾ പ്രാപ്തനാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഭയങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഒരു ധാർമ്മികതയുമില്ലാതെ പച്ച നുണകൾ പടച്ചുവിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇന്നലെ പുറത്ത് വന്ന ദൃശ്യങ്ങൾ, അവർ ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരുമ്പോൾ തന്നെ നമുക്കറിയാലോ ആ ദൃശ്യം എവിടെയാണ്, ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റാണ്, അത് അടച്ചിട്ട മുറിയല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്നിട്ടും പറയാണ് അടച്ചിട്ട മുറിയിൽ. അപ്പോൾ ഇതൊരു വാർത്താ മാധ്യമ പ്രവർത്തനമായിട്ട് അവരതിനെ കണക്കാക്കിയിട്ടല്ല. ഇത് എന്തൊക്കെയോ ഈ പറയുന്ന കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനുള്ള എന്തൊക്കെയോ ചില ഏർപ്പാടുകൾ. പിന്നെ അതിനൊക്കെ അപ്പുറം ഈ കണ്ടൻ്റാണ് മുഖ്യം. കണ്ടൻ്റ് ആരായിരിക്കണം? രാഹുൽ മാങ്കൂട്ടമായിരിക്കണം എന്നുള്ളതാണ്.